ഹലോ, നമ്മുടെ ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആവറേജിൻ്റെ 3rd ക്ലാസ്സിലാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. ആവറേജിൻ്റെ വെയിറ്റേജ് ഞാൻ ഒരു സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, മാത്സിൻ്റെ വെയിറ്റേജ് ഒക്കെ അറിയാൻ വേണ്ടി. അതിൽ ആവറേജ് എന്ന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് അതിൻ്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ആവറേജിൽ തന്നെ ഒരുപാട് ടൈപ്പുകളുണ്ട്, മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെയിറ്റ് വെച്ചിട്ടുള്ള നോക്കി, അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ AP വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. ഇന്ന് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 നമ്പർ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാനൊരു മോഡൽ പറഞ്ഞുതരാം. ഒരു 5 നമ്പറിൻ്റെ ഇപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനായിട്ട് സോൾവ് ചെയ്തിട്ട് ഇത് ചെയ്യാം. The average of 5 numbers is 5 നമ്പറിൻ്റെ ആവറേജ് ഒരു 90 ആണെന്ന് വെച്ചോ. And the average of first 2 numbers is ആദ്യത്തെ 2 നമ്പറിൻ്റെ ആവറേജ് ഇപ്പോൾ 85 എന്ന് തന്നേക്കുവാണ്. ഇനി ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 2 നമ്പേഴ്സ്, അവസാനത്തെ 2 നമ്പറിൻ്റെ ആവറേജ് ഇപ്പോൾ 91 എന്ന് തന്നേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ തേർഡ് നമ്പർ എന്നാണ് ചോദ്യം. തേർഡ് നമ്പർ കണ്ടുപിടിക്കുക, ഇതാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നേ? അപ്പോൾ ഒരു മിനിറ്റ്, നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ടായോ എന്നൊന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ. സോറി കേട്ടോ, നിങ്ങളുടെ വീഡിയോ ചില സമയത്ത് സ്റ്റാർട്ടാവത്തില്ല. അത് അല്ല, എൻ്റെ ഇഷ്യൂ ആണ്. ചില സമയത്ത് ക്ലിക്ക് ചെയ്യുന്ന മാറിപ്പോ. ഓക്കെ, അത് നോക്കിക്കേ. അപ്പോൾ 5 നമ്പറിൻ്റെ ആവറേജ് നമുക്ക് 90 എന്ന് തന്നിട്ടുണ്ട്. അതിൽ 2 നമ്പറിൻ്റെ ആവറേജ് 81 പിന്നെ ഫസ്റ്റ് 2 നമ്പറിൻ്റെ ആവറേജ് 85 എന്നും ലാസ്റ്റ് 2 നമ്പറിൻ്റെ ആവറേജ് 91 എന്നുമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് നമ്പർ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നോക്കിക്കേ, ആദ്യത്തെ 5 നമ്പറിൻ്റെ ആവറേജ് 90 എന്ന് പറഞ്ഞാൽ 5 നമ്പറിനെ നമുക്ക് 90 എന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുവാണ് ആദ്യത്തെ 2 നമ്പറിൻ്റെ ആവറേജ് 85 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 നമ്പർ 85 ആണ്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് 2 നമ്പറിൻ്റെ 91. അപ്പോൾ ലാസ്റ്റ് 2 നമ്പർ 91 ആണ്. അങ്ങനെയാണെങ്കിൽ നടുക്കത്തെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. നടുക്കത്തെ നമ്പർ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്തായാലും നടുക്കത്തെ നമ്പർ 90 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ അത് 90 അല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? 90 ആക്കി എടുത്തിട്ട് അതിനുണ്ടാവുന്ന വ്യത്യാസം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? അതിനുണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും 90 ആയിരുന്നു, പക്ഷേ അത് 85 ആയിട്ടാണ് ഇപ്പം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വരേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഇൻറ്റു എത്ര? 5, 450 ഇത് ആഡ് ചെയ്യുമ്പോൾ വരേണ്ടത്. ഇവിടെയും അത് തന്നെയാണ്. ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 450 വരണം. എന്നാലേ ആവറേജ് എന്തായിട്ട് നിൽക്കത്തുള്ളൂ? 90 ആയിട്ട് നിൽക്കത്തുള്ളൂ. 5 പേരുടെ ആവറേജ് 90 ആയിട്ട് നിൽക്കത്തുള്ളൂ. ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ? അപ്പോൾ ടോട്ടൽ സം ഇപ്പോൾ 450 എന്ന് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 എന്ന് ഉത്തരം കിട്ടുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ വരുന്ന നമ്പറും അതനുസരിച്ചുള്ള നമ്പർ ആയിരിക്കണം. അപ്പോൾ ലോജിക്ക് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഷോർട്ട് കട്ടിൽ 2 സ്റ്റെപ്പിൽ നമുക്കിത് തീരും. എന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നടുക്കത്തെ നമ്പറിൽ ഓൾറെഡി 90 വരും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ വരും. ഇവിടെ ഒരെണ്ണം 5 കുറവ്, ഇവിടെ 5 കുറവാണ്. ഈ 5 ഇവിടെ കൂടുതലായിട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ 10, ഇവിടെ 5 കുറവ്, ഇവിടെ 5 കുറവ് എന്ന് പറഞ്ഞാൽ 10 ഇവിടെ അധികമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് വരത്തുള്ളൂ? നമുക്ക് ആവറേജ് 450 നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരും? +10 വരും. ഇനി അടുത്തത് ഇങ്ങോട്ട് 90 91 ആയി എന്ന് പറഞ്ഞാൽ 1 അധികമാണ്. +1, ഇവിടെ ഒരു +1. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 2, 1 അധികമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 2 അവിടെ എന്താണ്? അധികമായിട്ട് നിൽക്കുവാണ്. അധികമുള്ളതിനെയൊക്കെ നമ്മൾ അങ്ങ് എടുത്ത് കളയുക. അപ്പോൾ -2 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 90 + 10 -2.
100 - 2 എത്ര? 98 നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ മൊത്തം 5 നമ്പറിൻ്റെയും ആവറേജ് 90 സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. 90 90 90 90. പക്ഷേ പറഞ്ഞേക്കുന്നത് എന്താണ്? ആദ്യത്തെ 2 നമ്പറിൻ്റെ ആവറേജ് 85. അപ്പോൾ ഫസ്റ്റ് നമ്പർ 85, സെക്കൻഡ് നമ്പർ 85. ലാസ്റ്റ് 2 നമ്പറിൻ്റെ ആവറേജ് 91. ഇവിടെ 91, ഇവിടെ 91. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നടുക്കത്തെ നമ്പർ ആയിട്ടുള്ള തേർഡ് നമ്പർ കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? തേർഡ് നമ്പർ എന്തായാലും 90 ആയിട്ടുള്ള നമ്പർ ആയിരിക്കും വരുന്നത്. അതിന് ചിലപ്പോൾ കൂടുതലോ കുറവോ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായാലും 5ൻ്റെ കുറവുണ്ട്, ഇവിടെ ഒരു 5ൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തായാലും ഒരു 10 ആഡ് ചെയ്ത് വന്നാലേ നമുക്ക് എല്ലാം ശരിയായിട്ട് വരത്തുള്ളൂ. +10. ഇനി അടുത്തത് ഇവിടെ ആണെങ്കിൽ ഒരു അധികമായിട്ടൊരു 1 നിൽക്കുന്നു, ഇവിടെയും അധികമായിട്ടൊരു 1 നിൽക്കുന്നു. ഈ അധികമായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു -2 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 90 + 10 - 2 എന്ന് പറഞ്ഞാൽ 98 നമുക്ക് കിട്ടുന്ന ഉത്തരം. 98. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 98. ഇനി ഇത് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 90 5 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 90 × 5 450 അതിൻ്റെ സമ്മ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ടോട്ടൽ സം ബൈ നമ്പർ ആണെങ്കിൽ ടോട്ടൽ സം എന്താണ്? ആവറേജ് ഇൻറ്റു നമ്പർ ആണ് ടോട്ടൽ സം എന്ന് പറയുന്നത്. അപ്പോൾ 90 × 5 450 ടോട്ടൽ സം. ഇനി ആദ്യത്തെ 2 നമ്പറിൻ്റെ സം എന്ന് പറഞ്ഞാൽ 85 × 2 ആണ്. 85 × 2 വരുമ്പോൾ എത്ര വരുന്നത്? 80 + 80 എത്ര? 160. അപ്പോൾ 160 2 5 കൂടെ ചേർന്ന് 170. ഇനി അടുത്ത് 91 × 2. 91 × 2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 നമ്പറിൻ്റെ സമ്മ്. 91 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 182. 182. അപ്പോൾ 182. ഇനി അടുത്തത് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? 170 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 നമ്പറിൻ്റെ അവസാനത്തെ 2 നമ്പറിൻ്റെ സമ്മ് നമുക്കിപ്പോൾ അറിയാം. 170 182. ഇവിടെ ഒരു 2 വന്നു, ഇവിടെ ആണെങ്കിൽ ഒരു 1. 352 നമുക്ക് കിട്ടുന്ന ഉത്തരം. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? നടുക്കുള്ള നമ്പർ ആണ്. ഫസ്റ്റ് 2ഉം ലാസ്റ്റ് 2ഉം കിട്ടി. ഇനി അതിനെ നമ്മൾ എവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം? മൊത്തത്തിൽ 450 ഇല്ലേ? അതിൻ്റെ അകത്ത് നീ 352 അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആ തേർഡ് നമ്പർ അല്ലേ അവിടെ വരുന്നത്? 8 വരും. ഇനി അടുത്ത നോക്കിയേ, 14 98 എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള സമ്മ് കണ്ടുപിടിക്കുക. ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ സമ്മ്, അവസാനത്തെ 2 എണ്ണത്തിൻ്റെ സമ്മ് ആഡ് ചെയ്യുക. അപ്പോൾ 4 എണ്ണത്തിൻ്റെ സമ്മ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നടുക്കത്തെ ഒരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് നോർമൽ മെത്തേഡ്. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട മെത്തേഡ് ഇത്ര മാത്രമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള ആവറേജ് 5 നമ്പറിൻ്റെ ആവറേജ് എന്താണ്? 90. അതിനെ വെച്ച് ബാക്കി എല്ലാവരെയും ഒന്ന് കമ്പയർ ചെയ്യണം. ഇവിടെ എത്രയാണ്? 5ൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 5 കുറഞ്ഞിരിക്കുവാണ്. 5 ഒരാൾക്കാണ് കുറഞ്ഞിരിക്കുന്നത്. 2 പേർക്കാകുമ്പോഴോ 10 കുറഞ്ഞിരിക്കുവാണ്. 10 കുറഞ്ഞിരിക്കുന്ന എല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ നമ്പർ എത്രയാണെന്നറിയാം? 90 എന്ന് പറയുന്ന നമ്പർ ആയിട്ടാണ് ആ മൂന്നാമത്തെ നമ്പറിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം 5 നമ്പറിൻ്റെ ആവറേജ് 90 ആണ്. അപ്പോൾ 90 വന്നു. ഇനി നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ 5 നമ്പറിൻ്റെ 5 എന്ന് പറയുന്ന നമ്പർ കുറവാണ് ഒരെണ്ണത്തിന്. അപ്പോൾ 2 എണ്ണം ആകുമ്പോഴും 10 എണ്ണത്തിൻ്റെ കുറവുണ്ട്. ആ 10 എന്ത് ചെയ്യുക? ഇവിടോട്ട് കൂട്ടുക. കുറവാണെങ്കിൽ കൂടുതലാക്കുക. എന്ത് ചെയ്യുക? കൂടുതലാക്കുക. അപ്പോൾ ഇത് എപ്പോഴത്തെ കേസ് മാത്രമാണ്? ആദ്യത്തേത് കുറച്ചും അവസാനത്തെ കുറച്ചും തന്നിട്ട് നടുക്കത്തെ ഒരാളെ ഏകദേശം ഇതിൻ്റെ 2നെ നടുക്കിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കേണ്ട കേസിലാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഇത് വെച്ച് നോക്കുമ്പോഴോ 90ഉം 91 നോക്കുമ്പോൾ എന്താണ്? 1 കൂടുതലാണ്. ഒരാൾക്കൊന്ന് കൂടുതലാണ്. അപ്പോൾ 2 പേർക്കാകുമ്പോൾ 2 കൂടുതലായിട്ട് നിൽക്കുവാണ്. അപ്പോൾ 2 കൂടുതലായിട്ട് നിൽക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? -2 ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ 100 - 2 എന്ന് പറഞ്ഞാൽ 98 നമ്മുടെ ഉത്തരമെന്ന് പറയുന്നു. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇതെന്ത് കേസാണ്? ഇതേപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഈ ടൈപ്പിലാണെങ്കിൽ ആദ്യത്തെ 2ഉം അവസാനത്തെ 2ഉമാണ് പറയുന്നത്. നടുക്കത്തെ ഒരാളെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ഒരാളെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ 5 നമ്പറിൻ്റെ ആവറേജ് തന്നിട്ട് ആദ്യത്തെ 3 നമ്പറിൻ്റെ ആവറേജും തന്നേക്കും, അവസാനത്തെ 3 നമ്പറിൻ്റെ ആവറേജും തന്നേക്കും. 5 നമ്പറിൽ ആദ്യത്തെ 3 അവസാനത്തെ 3 ഒക്കെ എടുക്കുവാണെങ്കിൽ 6 നമ്പർ അല്ലല്ലോ, 5 നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ.
അവസാനത്തെ 3 എന്ന് പറയുമ്പോൾ എന്താ, 5th നമ്പർ, 4th നമ്പർ, 3rd നമ്പർ. 3rd നമ്പർ എന്ത് ചെയ്യും, 2 പ്രാവശ്യം വരുന്ന കേസും കൂടെ ഉണ്ട്. അത് പഠിക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൺസെപ്റ്റ് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുക, ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 നമ്പർ ഈസ് 90 ആൻഡ് ആവറേജ് ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ് ഈസ് 85 ആൻഡ് ദ ആവറേജ് ഓഫ് ലാസ്റ്റ് 2 നമ്പേഴ്സ് ഈസ് 91, ദെൻ ഫൈൻഡ് ദ 3rd നമ്പർ. ഇതാണ് ചോദ്യം. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഇത് നമ്മൾ എത്ര മെത്തേഡ് പറഞ്ഞു? മൊത്തത്തിൽ ഞാനിപ്പോൾ 3 മെത്തേഡ് പറഞ്ഞു. ഒന്ന് നോർമൽ മെത്തേഡാണ്. 90 × 5 ചെയ്യുമ്പോൾ ടോട്ടൽ സം 450 എന്ന് കിട്ടും. അതേപോലെ 85 × 2 ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 നമ്പറിൻ്റെ സമ്മ് കിട്ടും, 170 കിട്ടും. ഇനി അടുത്ത് 91 × 2 ചെയ്യുമ്പോൾ ലാസ്റ്റ് 2 നമ്പറിൻ്റെ സമ്മ് കിട്ടും. ആ 2 ഫസ്റ്റും ലാസ്റ്റും നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് മെയിൻ ആവറേജ് എന്ന് പറഞ്ഞാൽ മെയിൻ സമ്മെന്ന് നമ്മൾ കുറയ്ക്കുമ്പോൾ 3ാമത്തെ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത 2ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തിൽ 90 എന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ആദ്യത്തെ 2 നമ്പർ 85, ഇതാണ്ട് ഈ ഒരു സ്റ്റെപ്പാണ്. ആദ്യത്തെ 2 ഇവിടെ ആദ്യത്തെ 2 നമ്പർ 85, അവസാനത്തെ 2 നമ്പർ 91. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടുക്കത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായാലും 90 ആയിരിക്കും. അതിന് എത്ര വ്യത്യാസമുണ്ട്? ഇവിടെ ഒരു 5ഉം ഇവിടെ ഒരു 5ഉം, മൊത്തത്തിൽ 5 കുറവാണ് ഇവിടെ. അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് ഇവിടെ ഒരു 1ഉം ഇവിടെ ഒരു 1ഉം, ഇവിടെ ആണെങ്കിൽ മൊത്തത്തിൽ 2 കൂടിയിരിക്കുവാണ്, അത് കുറയ്ക്കുക. അപ്പം നമ്മുടെ ഉത്തരം എന്ത് വരും? 98. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിക്കേ, the average of 5 numbers is 281. ആദ്യത്തെ 5 നമ്പറിൻ്റെ ആവറേജ് 281 ആണ്. ഫസ്റ്റ് എന്നല്ല, ആവറേജ് ഓഫ് 5 നമ്പർ. ഇനി അടുത്ത ആവറേജ് ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ്, ആദ്യത്തെ 2 നമ്പറിൻ്റെ ആവറേജ് 280 ആണ്. ആവറേജ് ഓഫ് ലാസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ ആവറേജ് 178.5 ആണ്. അങ്ങനെയാണെങ്കിൽ 3rd നമ്പർ കണ്ടുപിടിക്കുക. ആദ്യത്തെ 2ഉം അവസാനത്തെ 2ഉം ആകുമ്പോൾ ഫസ്റ്റും സെക്കൻഡും ആണ് ആദ്യത്തെ 2, അവസാനത്തെ 2 നമ്പർ എന്ന് പറഞ്ഞാൽ 5ഉം 4ഉം. അപ്പം നടുക്കത്തെ നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഓക്കെ, മെയിൻ ആവറേജ് വെച്ചിട്ട് നോക്കുക. ഇവിടെ എന്താണ്? ഒരെണ്ണം കുറവാണ്. ഒരു നമ്പറിനാണ് 1 കുറവ്, 2 നമ്പറിലാവുമ്പോൾ 2 കുറവ്. അതെന്ത് ചെയ്യണം? പ്ലസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 281 വലുതും 178 ചെറുതും സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ എത്രയേറെ വ്യത്യാസമുണ്ട്. നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ്, 102.5. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇത്രയും വ്യത്യാസം വന്നു. ഓക്കെ, ഇത്ര വ്യത്യാസം വരും. 102.5. ഈ 102.5ൻ്റെ വ്യത്യാസം ഉണ്ട്. 102.5ൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 102.5 കുറവാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്ലസ് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനാണ് 102.5. അപ്പോൾ 2 നമ്പറിനാകുമ്പോൾ ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 205. അപ്പോൾ 205. അപ്പോൾ ഈ 3rd നമ്പർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് 281 ആയിട്ടെല്ലാം 5 നമ്പറിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിൽ ഒരു +2, ഇവിടുത്തെ ഒരു +2 കൂടെ വരും, ഇവിടുത്തെ ഒരു 205 കൂടെ വരും. മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? നോക്കിക്കേ, ഇവിടെ 8 വരും, ഇവിടെ 8 വരും, 488. ചെയ്യുന്ന മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യത്തെ അല്ല 5 നമ്പറിൻ്റെ ആവറേജ് 281, ആദ്യത്തെ 2 നമ്പറിൻ്റെ ആവറേജ് 280, ലാസ്റ്റ് 2 നമ്പറിൻ്റെ ആവറേജ് 178.5. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇത്രയാണ്, ഈ നടുക്കുള്ള 3ാമത്തെ നമ്പർ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3ാമത്തെ നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? എന്തായാലും 281 ആണ്. അതിലെന്തോ കൂടുതലോ കുറവോ ആണ്. അപ്പോൾ 281 എടുത്തു. ഇനി അടുത്തത് 281 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 281 എന്ന് പറഞ്ഞാൽ 1 കുറവാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? 1 കുറവായിട്ടുള്ളത് ഒരാൾക്കാണ്. അപ്പം 2 പേർക്കാകുമ്പോൾ 2 കുറവ്. ആ 2 കുറവ് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് സെയിം ആയിട്ട് ഇരിക്കത്തില്ല. ഇനി അടുത്ത് എന്ത് ചെയ്യണം? 281 ആണ്. 281 ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 102 ആണ് ഇവിടെ കുറവ്. ഈ 2 നമ്പർ 102 കുറവാണ് മെയിൻ ആവറേജ് എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ ഈ 102 കുറവെന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. അപ്പോൾ 2 നമ്പർ ആകുമ്പോൾ എന്ത് വരും? 205 കുറവാണ്.
അത് നമ്മൾ എന്ത് ചെയ്യണം, കുറവുള്ളതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് എന്ത് ചെയ്യുക, പ്ലസ് 205 ചെയ്യുക. ഏതെന്നാ പ്ലസ് ചെയ്യേണ്ടത്? 281 പ്ലസ് 2 പ്ലസ് 205. അപ്പം 488 നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഒരു ചെറിയ ക്വസ്റ്റ്യനും കൂടെ തരാം. ദ ആവറേജ് ഓഫ് 7 numbers is 100 and the average of first 3 numbers is 95 and the average of last 3 numbers, first 3 number last 3 numbers is 90. Then find the fourth number. ഇതാണ് ചോദ്യം. Find the fourth number. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? 100 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. മെയിൻ ആവറേജ് ആണ്. അപ്പോൾ 95 എന്ന് പറഞ്ഞാൽ 5 കുറവാണ്. ഒരാൾക്കാണ് 5 കുറവ്, 3 പേർക്കാകുമ്പോൾ 15 കുറവ്. അപ്പോൾ 15 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എവിടോട്ട് ആഡ് ചെയ്യണം? 100. നാലാമത്തെ ആളിൽ എന്തുണ്ട്? 100 എന്തായാലും ഉണ്ട്. കാരണം 7 വരെ 100 സെറ്റ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു. അതിലൊരു പ്ലസ് 15 വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 100ന്ന് എന്താണ്, ഒരു 90. 100ന്ന് 90 എന്ന് പറഞ്ഞാൽ എത്ര കുറവാണ്? ഒരു 10 കുറവാണ്. 3 പേർക്കും 10 കുറവെന്ന് പറഞ്ഞാൽ 30 കുറവാണ്. അതും എന്ത് ചെയ്യണം? പ്ലസ് ഒരു 30 ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? 145 ഫോർത്ത് നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. മെയിൻ ആവറേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും കുറവ് ഇവിടെയും കുറവ്, രണ്ട് സൈഡിലും ആഡിങ് ആണെന്ന് മനസ്സിലായി. കുറവ് വന്നാൽ ഉടനെ ആഡ് ചെയ്തോളണം. എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 5ന്റെ കുറവുണ്ട് ഒരു നമ്പറിന്. അപ്പോൾ 3 നമ്പറിനാകുമ്പോൾ 15ന്റെ കുറവുണ്ട്. അപ്പോൾ പ്ലസ് 15. ഇവിടെയും അത് തന്നെയല്ലേ? ഇവിടെ 10ന്റെ കുറവാണ് ഒരു നമ്പറിന്. അപ്പോൾ 3 നമ്പറിനാകുമ്പോൾ 30. അപ്പോൾ മൊത്തത്തിൽ 145 നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ഓഫ് 11 റിസൾട്ട് ഈസ് 11 റിസൾട്ടിൻ്റെ ആവറേജ് 50ഉം ഫസ്റ്റ് 6 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പേഴ്സ് ഈസ് 49, ലാസ്റ്റ് 6. അപ്പോൾ ഫസ്റ്റ് 6ൻ്റെ 49ഉം ലാസ്റ്റ് 6ൻ്റെ 52മാണ്. അങ്ങനെയാണെങ്കിൽ 6th റിസൾട്ട്, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ 6th റിസൾട്ട്? 6th റിസൾട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ആദ്യത്തെ 6 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, ആറാമത്തെ നമ്പർ. അവസാനത്തെ 6 എന്ന് പറഞ്ഞാൽ എവിടെന്നാ? 11, 10, 11, 10, 9, 8, 7, 6. ഈ 6 എന്ന് പറയുന്ന നമ്പർ രണ്ട് സ്ഥലത്തും ഒരുപോലെ വരുമല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിലും 6th നമ്പർ ഉണ്ട്, ഇതിലും 6th നമ്പർ ഉണ്ട്. ഇതേത് കേസാ? ഓവർലാപ്പിംഗ് കേസാണ്. രണ്ടിലും 6ാമത്തെ നമ്പർ എന്ത് ചെയ്ത് വരുന്നുണ്ട്? കയറി വരുന്നുണ്ട്. അങ്ങനത്തെ കേസ് വരുമ്പോൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഷോർട്ട് കട്ട് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. നേരത്തെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? മെയിൻ ആവറേജ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. എന്ന് പറഞ്ഞാൽ മെയിൻ ആവറേജ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ കുറവായിട്ടാണുള്ളത്. കുറവ് വന്നാൽ നമ്മൾ നേരത്തെ എന്താ ചെയ്തേ? കൂടുതലാക്കി കൊടുത്തു. പക്ഷേ ഇവിടെ ഓവർലാപ്പിങ്ങിൻ്റെ കേസാണെങ്കിൽ കുറവ് വന്നാൽ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 6th നമ്പർ എന്തായാലും ഒരു 50 കാണുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ 1ൻ്റെ കുറവാണ്. 1ൻ്റെ കുറവെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1ൻ്റെ കുറവ്. അപ്പോൾ 6 പേർക്കാണെങ്കിൽ 6ൻ്റെ കുറവ്. ഇവിടെ ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ കുറവ് വന്നാൽ കുറവ് തന്നെ ചെയ്യുക. 50 - 6 എന്ന് വരും. ഇവിടെയാണെങ്കിലോ 2ൻ്റെ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ വരുന്ന ഒരാൾക്ക് 2ൻ്റെ കൂടുതൽ. അപ്പോൾ 6 പേർക്കാകുമ്പോൾ 12 കൂടുതൽ. അപ്പോൾ പ്ലസ് 12 കൊടുക്കുക. ഇവിടെ കൂടുതലായിട്ട് നിന്നാലും ആഡ് ചെയ്ത് തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 50 -6 + 12 എന്ന് പറഞ്ഞാൽ 6 വരും. അപ്പോൾ 50 + 6 56 നമ്മുടെ ഉത്തരം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഷോർട്ട് കട്ട് ഒന്നുകൂടെ പറയാം. ഇത്ര മാത്രമാണ്. 11 നമ്പറിൻ്റെ ആവറേജ് 50ഉം ഫസ്റ്റ് 6 നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 നമ്പേഴ്സിൻ്റെ ആവറേജ് 49ഉം അവസാനത്തെ 6 നമ്പർ എന്ന് പറഞ്ഞാൽ 11th നമ്പർ, 10th നമ്പർ, 9th നമ്പർ, 8th നമ്പർ, 7th നമ്പർ, 6th നമ്പർ അവിടെയും കയറി വരുന്നുണ്ട്. അവരുടെ ആവറേജ് 52 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നോക്കിക്കേ, ഫസ്റ്റ് 6 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 50ഉം നോക്കിക്കേ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. എന്ന് പറഞ്ഞാൽ 49 വന്നേക്കുന്നത്. മെയിൻ ആവറേജ് നിന്ന് കുറവാണെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഓവർലാപ്പിംഗ് വന്നാൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ
കൂടുതലായിട്ട് കിടക്കുവാണെങ്കിലോ ഓവർലാപ്പിംഗ് വന്നാൽ കൂട്ടുക. ഇത് നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും 11 പേരുടെ ആവറേജ് 50 എന്ന് പറഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ 550 സമ്മ്. ഓക്കെ, ഇനി 6 പേരുടെ ആവറേജ് 49 എന്ന് പറഞ്ഞാൽ 49 × 6 54 294 അവിടുത്തെ ഉത്തരം. ഇനി അടുത്ത ഇവിടത്തെയോ 52 × 6 എന്ന് പറഞ്ഞാൽ എത്ര? 312. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴെന്താ നമുക്ക് കിട്ടുന്നത്? ആദ്യത്തെ 6ഉം അവസാനത്തെ 6 എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ 294 എന്ന് പറയുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെ സമ? ഫസ്റ്റ് നമ്പറിൻ്റെ, സെക്കൻഡ് നമ്പറിൻ്റെയും, തേർഡ് നമ്പറിൻ്റെ, ഫോർത്ത് നമ്പറിൻ്റെ, ഫിഫ്ത്ത് നമ്പറിൻ്റെ, സിക്സ്ത് നമ്പറിൻ്റെയും സമ്മാണ് 294. ഇനി ലാസ്റ്റ് ഈ 312 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെയാ? 11th നമ്പർ, 10th നമ്പർ, അതേപോലെ തന്നെ 9th നമ്പർ, 8th നമ്പർ, 7th നമ്പർ, 6th നമ്പറിൻ്റെ സമ്മാണ് എന്തെന്ന് വരുന്നത്? 312 എന്ന് വരുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 292. ഇവിടെ ഒരു 6 വന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു 6 വരും ആഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് രണ്ടും കൂടെ 10, 1 വന്നു, 606 നമുക്ക് കിട്ടുന്ന ഉത്തരം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 6th നമ്പർ ഇതിൽ രണ്ടിലും 2 പ്രാവശ്യം വരുന്നുണ്ട്, അതിൽ ഒരെണ്ണം മതി നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് 11 നമ്പറിൻ്റെ സമ്മല്ലേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ പ്ലസ് 11th നമ്പർ വരെയുള്ള സമ്മാണ്. അപ്പോൾ അതിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഇതിൻ്റെ അകത്തു നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 606 550. ഇവിടെ ഒരു 6 വരുവേ, ഇവിടെ ഒരു 5 വരുവേ. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? 56. ഇതാണ് നോർമൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നോർമൽ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഇത്? അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അതിന് മുമ്പ് തന്നെ നമ്മുടെ ദിശ അക്കാഡമിയിൽ ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ RPFൻ്റെ കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഓർഡറിന് തന്നെ പഠിച്ചു പോകാനായിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? RPFൻ്റെ കോഴ്സസ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ RPFൻ്റെ മാത്രമല്ല, അല്ലാതെ ELPയുടെ ക്ലാസ്സസും റെയിൽവേയുടെ ക്ലാസ്സസും CGLൻ്റെ ക്ലാസ്സസും ഒരുപാട് ക്ലാസ്സസ് പോകുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സസും എല്ലാം ഉണ്ട്. നിങ്ങൾ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ഓഫ് 45 നമ്പേഴ്സ്, 45 നമ്പേഴ്സിൻ്റെ ആവറേജ് 23, ആവറേജ് ഓഫ് 22 നമ്പേഴ്സ് ഈസ് 18 ആൻഡ് ദ ലാസ്റ്റ് 22. അപ്പോൾ ആദ്യത്തെ 22ഉം അവസാനത്തെ 22ൻ്റെയും ആവറേജ് തന്നിട്ടുണ്ട്. 23ാമത്തെ നമ്പറാണ് ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ 23rd റിസൾട്ട്? 23ാമത്തെ നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 22ഉം അവസാനത്തെ 22ഉം എന്ന് പറഞ്ഞാൽ 44 അല്ലേ ആവുന്നുള്ളൂ. ഇടയ്ക്കുള്ള നമ്പർ സേഫ് അല്ലേ? അപ്പോൾ ആ നമ്പറിൻ്റെ അങ്ങ് കണ്ടുപിടിച്ചാൽ പോരെ. ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കി. ആദ്യത്തെ 22 അവസാനത്തെ 22 ആഡ് ചെയ്യുമ്പോൾ 44 വരുന്നുള്ളൂ. അപ്പം നടുക്കുള്ള ഒരാൾ അവിടെ നിൽപ്പുണ്ട്. ആ ആളാണ് ആര്? 23ാമത്തെ നമ്പർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. അപ്പോൾ മെയിൻ ആവറേജ് വെച്ച് കമ്പയർ ചെയ്യാം. മെയിൻ ആവറേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കുറവാണ്? ഇവിടെ ഒരു 5 കുറവാണ്. 5 കുറവാണ്. 5 കുറവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എത്ര ആഡ് ചെയ്യണം? ഒരാൾക്കാണ് 5 കുറവ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് 22 പേർക്കും 5 കുറവാണ്. 22 പേർക്ക് 5 കുറവെന്ന് പറഞ്ഞാൽ ആ 22 പേർക്കും 5 ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 110 ആഡ് ചെയ്യുക. ഇനി അടുത്ത ഇവിടെ വെച്ച് നോക്കുമ്പോൾ 2 കുറവാണ്. ഒരാൾക്കാണ് 2 കുറവ്. 22 പേർക്കും 2 കുറവാണെങ്കിൽ പ്ലസ് 2 × 22 44 ആഡ് ചെയ്യുക. മൊത്തത്തിൽ നടുക്കുള്ള 23ാമത്തെ നമ്പർ എന്തായാലും ആവറേജ് 23 ആയതുകൊണ്ട് തന്നെ 23 വരും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 44 വരും. ഇവിടെ ഒരു 110 വരും. ഇവിടെ ഒരു 7, ഇവിടെ ഒരു 3, 7, 177 നമ്മുടെ ആൻസർ. ഇവിടെ ഓവർലാപ്പിംഗ് ക്വസ്റ്റ്യൻ അല്ല, അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആവറേജ് ഓഫ് 40 സ്റ്റുഡൻസ് ഏജ് ഈസ് 30 ഇയേഴ്സ്. ആവറേജ് ഓഫ് 40 സ്റ്റുഡൻറ്റിൻ്റെ ഏജ് 30 ഇയേഴ്സ് ആണ് ആവറേജ് വരുന്നത്. 40 സ്റ്റുഡൻസ് ആണ്. ഇനി അടുത്തത് ആവറേജ് ഓഫ് 25 സ്റ്റുഡൻസ് ഏജ് ഈസ് 36. ഫൈൻഡ് ദ ആവറേജ് ഓഫ് റെസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. 40 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്താണെന്നറിയാം? 30 അറിയാം. അതിൽ ആവറേജ് ഓഫ് അതിൽ തന്നെ ആദ്യത്തെ 25 സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഓഫ് 25 സ്റ്റുഡൻസ് 36 ആണ്.
അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ആവറേജ് ഓഫ് റെസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്, ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ആവറേജ്. ബാക്കി ഇനി എത്ര പേരുണ്ട്? 40-ൽ 25 ഇവിടെ പോയി, ഇനി ഒരു 15 പേരില്ലേ? ആ 15 പേർക്കും എന്ത് തന്നെയാണ് ആവറേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? 30. അപ്പോൾ അവരുടെ സം എന്താ? 15 × 30 അവരുടെ സമ്മാക്കി എടുത്ത് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ 450 നമ്മുടെ സമ്മായിട്ടിരിക്കുവാണ് 15 പേരുടേത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ വരും, ഇവിടെ ഒരു അധികമായിട്ട്. ഇവിടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മെയിൻ ആവറേജ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? 6 കൂടുതലാണ്. 6നെ നമ്മൾ കുറയ്ക്കണം. എത്ര പേർക്ക് 6നെ കുറയ്ക്കണം? 25 പേർക്ക് 6നെ കൂടുതലാണെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ 25 പേർക്ക് 6നെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 30, ഇപ്പം നമുക്ക് കിട്ടുന്ന 150. അപ്പോൾ ഇവിടെ എന്താ? -150 കുറയ്ക്കുക, അല്ല 150 കുറയ്ക്കുക. 150 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 300 300. മനസ്സിലായോ? ഫൈൻഡ് ദ ആവറേജ് ഓഫ് റെസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആണ്. 300 നമ്മുടെ ബാക്കിയുള്ള 15 പേരുടെയും സമ്മ്. അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 300/15. ഉത്തരം എത്താണ്? 20. അപ്പോൾ ഇത് ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് ഒന്നുകൂടെ പറയാം. 40 പേരുടെ ആവറേജ് 30. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്ന 25 പേരുടെ ആവറേജ് 36. ബാക്കിയുള്ളവരുടെ ആവറേജ് കണ്ടുപിടിക്കാനാണ്. 25 പേരുടെ ആവറേജ് 36 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ 25 പേരുടെ ആവറേജ് 36 ആണെങ്കിൽ ബാക്കിയുള്ളത് 15 പേരുടെയും ആവറേജ് നമ്മൾ 30 സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിഷ്യലി എല്ലാം 30 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 15 × 30 ചെയ്യുമ്പോൾ 450 15 പേരുടെ ആവറേജ് എന്ന് പറയുന്നത്. 15 പേരുടെ സമ്മ് എന്ന് പറയുന്നത്. സമ്മ്. ആ സമ്മിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ വരും? ഇവിടെ ഒരു 6 കൂടുതലായിട്ട് നിൽക്കുവാണ്. ആ 6നെ നമ്മൾ എന്ത് ചെയ്യണം? 6 കൂടുതലായിട്ട് നിൽക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഒരു നമ്പറിന് 6 കൂടുതൽ. അപ്പോൾ ആ 25 നമ്പറിന് 6 കൂടുതലെന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 150. 150 എന്താണ്? 150 കൂടുതൽ നിൽക്കുവാണ്, അതിനെ നമ്മൾ കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ ആ 15 നമ്പറുടെ സമ്മ് 300 എന്ന് കിട്ടി. ആ 300നെ നമ്മൾ ആവറേജ് എടുക്കുക. 300/15 നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 20. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോർമൽ രീതിയിൽ ചെയ്യാം. 40 × 30 40 പേരുടെ സമ്മ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ 40 സ്റ്റുഡൻസ് ഏജ് എന്ന് പറഞ്ഞാൽ 1200 എന്ന് വരും. ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് 25 പേരുടെ ആവറേജ് 36 ആണെങ്കിൽ 25 × 36 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25നെ നമുക്ക് വേണമെങ്കിൽ 100/4 എഴുതാൻ. ചെയ്യാൻ എളുപ്പത്തിനാണ്. 36 ഇവിടെ 900 എന്ന് വന്നു. അപ്പോൾ 25 പേരുടെ 900 സമ്മ്. ഇനി നോക്കിക്കേ, ഇനിയുള്ള 15 പേരുടെ അപ്പോൾ എത്രയായിരിക്കും? ഈ 900ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് എന്ന് പറഞ്ഞാൽ 900 ഉണ്ട്. അപ്പോൾ ഇവർ ഇനിയുള്ള 15 പേരുടെ സമ്മെന്ന് പറഞ്ഞാൽ 1200 - 900 ആയിരിക്കൂലേ? മൊത്തത്തിൽ 1200 സമ്മ്. 900 25 പേരുടെ സമ്മ്. ബാക്കിയുള്ളത് എത്രയായിരിക്കും? എന്തായാലും ഒരു 300 ആയിരിക്കും. 15 പേരുടെ സമ്മ് 300 ആണെങ്കിൽ അവരുടെ ആവറേജ് 300/15 20 അല്ലേ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഓവർലാപ്പിംഗ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓവർലാപ്പിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേ നമ്മൾ ചെയ്തുള്ളൂ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ദ ആവറേജ് ഓഫ് 6 numbers is 80. The average of 6 numbers is 80 and the average 6 അല്ല 7 numbers നോട്ടെ. നമ്മൾ നേരത്തെ 7 ആണോ ചെയ്തേ? അല്ല. The average of 7 numbers is 80. The average of first 3 numbers is 78 and the average of last 3 numbers is last 4 numbers is 81. Then find the seventh number. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 7 നമ്പറിൻ്റെ ആവറേജ് 80, ആദ്യത്തെ 3 നമ്പറിൻ്റെ 78, അവസാനത്തെ 4 നമ്പറിൻ്റെ 81. ഈ 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 7 വരുന്നു. അപ്പം നടുക്കത്തെ സെവൻത്ത് നമ്പർ അല്ല, ഫോർത്ത് നമ്പർ ആണ്. ഫൈൻഡ് ദ ഫോർത്ത് നമ്പർ എന്നാണ് ചോദ്യം. ആദ്യത്തെ 3ഉം അവസാനത്തെ 4ഉം ആകുമ്പോൾ തന്നെ 7 ആവുന്നുണ്ട്. നടുക്ക് നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഫോർത്ത് നമ്പറിനെ കണ്ടുപിടിക്കാൻ ഓവർലാപ്പിംഗ് ഉപയോഗിച്ചാലേ പറ്റുമെന്ന് മനസ്സിലായി. ഓവർലാപ്പിങ്ങിൻ്റെ കേസ് ആകുമ്പോൾ 80 മെയിൻ ആവറേജ് ആണെങ്കിൽ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 കുറവാണ്. അപ്പോൾ സെവൻത്ത് നമ്പർ എന്തായാലും ഫോർത്ത് നമ്പർ 80 എന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. കാരണം മെയിൻ ആവറേജ് 80 തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു 2 കുറവാണ്.
ആ 2നെ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണലി ഒരു 2 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 80 2 കുറവെന്ന് പറഞ്ഞാൽ 2 കൂടുതലാക്കി കൊടുക്കേണ്ട കേസായിരുന്നു നേരത്തെ പഠിച്ചത്. പക്ഷേ ഇവിടെ ഓവർലാപ്പിംഗ് ആണ്. ഓവർലാപ്പിംഗ് വരുമ്പോൾ 2 കുറവാണെങ്കിൽ 2 കൂട്ടി നമ്മൾ ഇടേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, കുറവാണെങ്കിൽ കുറവായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ 2 കുറവാണ് ഒരാൾക്ക്, അപ്പോൾ 3 പേർക്കാകുമ്പോൾ 6 കുറവ്. ഇനി അടുത്തത്, ഇവിടെ 1 കുറവാണ് ഒരാൾക്ക്, അങ്ങനെയാണെങ്കിൽ എന്താ, 1 കൂടുതലാണ് ഒരാൾക്ക്, അപ്പോൾ 4 പേർക്കാകുമ്പോൾ 4 കൂടുതൽ +4. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, 80 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 74. 74 + 4 എത്ര വരിക, 78 ആണ് നമ്മുടെ ഉത്തരം, 4th നമ്പർ. സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ 80 × 7 ചെയ്യുക. 80 × 7 560. ഇനി അടുത്ത സ്റ്റെപ്പ്, ആദ്യത്തെ 3 നമ്പറിൻ്റെ എന്ന് പറഞ്ഞാൽ 78 × 3. 78 × 3 ആകുമ്പോൾ ഇവിടെ 24, 2 ഇവിടെ 234. ഓക്കെ, ഇവിടെ ആണെങ്കിലോ 81 × 4 324. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിക്കുക, 234 324 കൂടെ നമുക്ക് 8, ഇവിടെ 5 558. ഈ 558നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തുനിന്ന് കുറയ്ക്കുക. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ട്, 7 × 8 560. 78 × 3 28 × 3 24, 2 3 4 231 81 324. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 8 വരും, ഇവിടെ ഒരു 8 വരും, 558 വരും. 558. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ഇട്ടുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. 7 80 വെച്ച് തന്നെയല്ലേ കമ്പയർ ചെയ്തത്. അപ്പോൾ 560. 78 × 3 24, 2 231, 81 × 4 4 8 324. അപ്പോൾ അവിടെ ആഡ് ചെയ്യുമ്പോൾ 234 324 കൂടെ. ഇതെന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് ചെയ്യണ്ട. ഞാനായിട്ടിട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, അത് ചെയ്യണ്ട. നേരത്തെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നില്ലേ, അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. എവിടെ ഓവർലാപ്പിംഗ് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, ഞാൻ ഈ ഇട്ട ക്വസ്റ്റ്യൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ അത് നോക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് തന്നെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആവറേജ് ഓഫ് 81 നമ്പേഴ്സ് ഈസ് 54. 81 നമ്പേഴ്സിൻ്റെ ആവറേജ് 54ഉം ആവറേജ് ഓഫ് ഫസ്റ്റ് 59 59 നമ്പറിൻ്റെ ആദ്യത്തെ 59 നമ്പറിൻ്റെ 52 ആണ്. ലാസ്റ്റ് 21 നമ്പറിൻ്റെ ആണെങ്കിൽ 60 ആണ്. അങ്ങനെയാണെങ്കിൽ 60ാമത്തെ നമ്പർ. ഇത് ആദ്യമേ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 80 ആണ്. അതൊന്ന് മനസ്സിലായി. നടുക്കുള്ള 81ാമത്തെ നമ്പറിനെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് മെയിൻ ആവറേജ് 80. അപ്പോൾ ഓവർലാപ്പിങ്ങിൻ്റെ കേസ് അല്ല എന്ന് മനസ്സിലായി. ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, 2 നമുക്ക് കുറവാണ്. ഓക്കെ, 2 നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലാക്കി കൊടുക്കുക. പക്ഷേ നമ്മൾ ഈ 60ാമത്തെ നമ്പർ ഓൾറെഡി എന്തായിരിക്കും, 54 സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇവിടെ 2 കുറവെന്ന് പറഞ്ഞാൽ ഒരാൾക്കാണ് 2 കുറവ്. അപ്പോൾ 59 പേർക്കാകുമ്പോഴോ 59 × 2 18 118 എന്ത് ചെയ്യണം, കൂടുതലാക്കി കൊടുക്കുക. ഇനി അടുത്തത് ഇവിടെ ആണെങ്കിലോ 6 കുറവാണ് ഒരാൾക്ക്. അപ്പോൾ 21 പേർക്കാകുമ്പോഴോ 21 × 6 കൂടുതലാണ് ഒരാൾക്ക്. അപ്പോൾ 21 പേർക്കാകുമ്പോൾ ഇവിടെ 126. 126 എന്താണ്, കൂടുതലായിട്ട് നിൽക്കുവാണ്. അതെന്ത് ചെയ്യുക, കുറയ്ക്കുക. 126 നോക്കിയേ. ഇനി നമുക്ക് എന്താ കിട്ടുക, ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. 54 118. ഇനി എടുക്കുന്നത് 172. 172 നമ്മൾ എന്ത് ചെയ്യണം, 126 കുറയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന 6ഉം ഇവിടെ 6 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, 46. ഓക്കെ, 46 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു പഠിക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് ഇത് എടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.